എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന തോരനാണ്. അപ്പോൾ ഏത് പച്ചക്കറി വെച്ചിട്ടും നമുക്കിതാ ഈ ഒരു തോരൻ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പച്ചക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് എടുത്തിരിക്കുന്ന കൊത്തമരിയാണ്. ഒരുപാട് ഗുണങ്ങളുള്ളൊരു പച്ചക്കറിയാണ് കൊത്തമര. എന്നാലും സാധാരണ അതാരും കഴിക്കാറില്ല അതിൻ്റെ കയ്പ്പ് കാരണം. പക്ഷേ ഇതുപോലെ തോരൻ തയ്യാറാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും തന്നെ ഇഷ്ടാവും, പ്രത്യേകിച്ച് കുട്ടികൾക്കും. അപ്പോൾ ഇതെല്ലാം ഇനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതാ അരിയുമ്പം പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ കോവയ്ക്ക, ക്യാരറ്റ്, അതുപോലെ തന്നെ കൊത്തമരിയും ഒരു ചെറിയ സവാളയും ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തോരൻ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടും എന്നാൽ സ്വാദോടു കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നാളികേരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. തോരനൊക്കെ എത്ര നാളികേരം ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്. ഞാനൊരു 1/4 ബൗൾ നാളികേരം എടുത്തിട്ട്, അതായത് 4 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇത് കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1-2 മിനിറ്റ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ആ നാളികേരമൊക്കെ നമ്മുടെ പച്ചക്കറിയിലേക്ക് നന്നായിട്ട് ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. ഈ ഒരു സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും വേണം. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതെല്ലാം നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം തോരൻ റെഡിയാക്കി എടുക്കാം. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം കടുകും അതുപോലെ തന്നെ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക. രണ്ടും 1/4 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുക കേട്ടോ. അപ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കിട്ടുക. ഇനി അതിനകത്തേക്ക് ഒരു 2-3 വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏത് വെജിറ്റബിളിലും നമുക്ക് ഈ ഒരു തോരൻ ഇതുപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കൊത്തമരയ്ക്ക് കുറച്ച് വേവുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ല മൂത്തതായിരിക്കും കിട്ടുക. അങ്ങനെ വെച്ചാൽ മാത്രം ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിപ്പം ഒരുപാട് മൂത്തതല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും തളിക്കുന്നില്ല. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗരം മസാല ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ തോരന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനൊരു തോരൻ. ഇനി എല്ലാം കൂടി ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതൊരു പകുതി ഓളം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഞാൻ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന തോരനാണ്. ഈ സവാളയൊന്നും ഒരുപാട് സമയത്തോട്ട് വഴറ്റി നമ്മൾക്ക് ടൈം കളയേണ്ട ആവശ്യമില്ല. വളരെ ഹെൽത്തി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു തോരൻ തന്നെയായിരിക്കും കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.